നമസ്കാരം. പ്രധാന വാർത്തകൾ. പാചകവാതക വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടി. പ്രതിഷേധം വ്യാപകം. വിലവർധന അന്യായമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ്. ഹോട്ടൽ വ്യാപാരികൾ ഗ്യാസ് സിലിണ്ടർ കെട്ടിവലിച്ചു. BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാറിനെ ആക്രമിച്ചതായി പരാതി. ചെയർമാനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഏജന്റുമാർ വഴി ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും അനർഹർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തതായി പരാതി. SSLC പരീക്ഷ. ജില്ലയിൽ നിന്നും എഴുതുന്നത് 21,648 വിദ്യാർത്ഥികൾ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന്. വിശദമായ വാർത്തകളിലേക്ക്. പാചകവാതക വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. കായംകുളത്ത് ഹോട്ടൽ വ്യാപാരികൾ ഗ്യാസ് സിലിണ്ടർ കെട്ടിവലിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് വ്യാപാരികൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. പാചകവാതക വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. കായംകുളത്ത് ഹോട്ടൽ വ്യാപാരികൾ ഗ്യാസ് സിലിണ്ടർ കെട്ടിവലിച്ച് പ്രതിഷേധിച്ചത് ശ്രദ്ധേയമായി. തുടർന്ന് വ്യാപാരികൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയും വാണിജ്യ സിലിണ്ടറിന് 351 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1061 രൂപയായിരുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വില ഇതോടെ 1110 രൂപയായി മാറും. വാണിജ്യ സിലിണ്ടറിന് 2124 രൂപയും നൽകണം. 1773 രൂപയായിരുന്നു പഴയ സിലിണ്ടറിന്റെ വില. ജനുവരി 1-നാണ് നേരത്തെ LPG സിലിണ്ടർ വില കൂട്ടിയത്. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 25 രൂപയുടെ വർധനവാണ് അന്നുണ്ടായത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ അന്ന് മാറ്റം വരുത്തിയിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി രാജ്യത്ത് പാചകവാതക വില കുതിച്ചുയരുകയാണെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇന്ധനവിലയിലെ വർധനവിനൊപ്പം കഴിഞ്ഞ 2 വർഷമായി രാജ്യത്ത് പാചകവാതക വില കുതിച്ചുയരുകയാണെന്ന് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇന്ധനവിലയിലെ വർധനവിനൊപ്പം അവശ്യ സാധനങ്ങളുടെ നിരക്കും വർദ്ധിച്ചത് ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കി. ഈ സാഹചര്യത്തിൽ ഹോട്ടൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 250 രൂപയുടെ അധിക ചിലവ് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, വാണം വിട്ട പോലെയാണ് സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ്. ഇന്നത്തെ വിലയല്ല നാളെ അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരു മാർക്കറ്റിൽ സ്ഥിരതയില്ലാത്ത കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ വില ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് ഈ വില കുറച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിക്കും. അതുപോലെ തന്നെ കൊമേഴ്സ്യലിന് 350 രൂപയും നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള 350 രൂപയും വീട് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ളതിന് 50 രൂപയുടെയും വർധനവ് വരുത്തിയിരിക്കുന്നത്. ഈ വർധനവ് പൊതുജനത്തിനുള്ള വെല്ലുവിളിയാണ്. ഇത്തരത്തിലുള്ള അധിക ഭാരം ഹോട്ടലുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ മേഖലയെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ശക്തമായി പ്രതിരോധിക്കുമെന്നും അധികമായി ജനങ്ങളുടെ മേലിൽ അധിക നികുതി അധിക ഭാരം അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അമിതമായ ഭക്ഷണത്തിനുൾപ്പെടെയുള്ള വില വർധനവ് കാരണമാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആവശ്യങ്ങൾക്കായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ വൻ ധർണ നടത്തിയുണ്ടായി. അതിൽ മുഖ്യമായി ഉണ്ടായ വിഷയം ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനേഷൻ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് ആണ് ഞങ്ങൾ ഏറ്റവും അധികം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് വേണ്ടി അവിടെ പോരാടിയെന്നുള്ളൊരു വസ്തുനിഷ്ഠമായ സത്യമാണ്. കൂടാതെ അടിക്കടി ഉണ്ടാകുന്ന ഈ നിയമ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഏറെ ബാധിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ്. നമുക്കറിയാം, ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെ, റിലയൻസ് അടക്കമുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ് ഇതിന് കാരണം. ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളോ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ടാണ് ഈ തുക കൂട്ടിയിരിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് എല്ലാ ഇലക്ഷൻ വരുമ്പോഴും
ഗവൺമെൻറ്റിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബഹുരാഷ്ട്ര കമ്പനികളുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ വില വർധനവ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അസോസിയേഷൻ ജില്ലാ ട്രഷറർ SK നസീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. KHRA മേഖലാ പ്രസിഡന്റ് രമേശ് ആര്യാസ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം ഏരിയ പ്രസിഡന്റ് സിനിൽ സബാദ്, സൈഫുദ്ദീൻ മാർവൽ, റാഫി രാജ്, അജയകുമാർ, അൻസാരി ദാസ, ഷിഹാബ് പടിപ്പുരകൽ, ബിജു കണ്ടപ്പുറം, നവാസ്, ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം. പാചകവാതക വില വർദ്ധിപ്പിച്ച നടപടി തികച്ചും അന്യായമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഓയിൽ കമ്പനികളെ കയറൂരിവിട്ട് തോന്നിയതുപോലെ ഈ വില വർധനവ് വ്യാപാരികളോടും പൊതുജനങ്ങളോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും രാജു അപ്സര പറഞ്ഞു. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് 50 രൂപയും വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് 351 രൂപയും വർദ്ധിപ്പിച്ച നടപടി തികച്ചും അന്യായമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഓയിൽ കമ്പനികളെ കയറൂരി വിട്ടുകൊണ്ട് തോന്നിയതുപോലെ വില വർധനവ് നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. വ്യാപാരികളോടും പൊതുജനങ്ങളോടും കേന്ദ്ര സർക്കാർ കാട്ടുന്ന വെല്ലുവിളിയാണിതെന്നും രാജു അപ്സര പറഞ്ഞു. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് ഹോട്ടലുകളെയും ചെറുകിട വ്യാപാരികളെയും സാരമായി ബാധിക്കും. പൊതുവെ വില വർധനയും വ്യാപാരമാന്ദ്യവും നിലനിൽക്കുന്ന സമയത്ത് ചെറുകിട ഹോട്ടലുകൾ പൂട്ടിപ്പോകേണ്ട അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വില വർധന പിൻവലിക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകണമെന്നും വ്യാപാരികളെ ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തള്ളിവിടരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധനവില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികളിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നും രാജു അപ്സര ആവശ്യപ്പെട്ടു. CD നെറ്റ് ന്യൂസ് കായംകുളം. ജില്ലയിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപകമാകുന്നു. ക്ഷീരകർഷകർ ജാഗ്രത പാലിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചു. 28 ഗ്രാമപഞ്ചായത്തുകളിൽ രോഗം റിപ്പോർട്ട് ചെയ്തു. 150ഓളം കന്നുകാലികളിൽ രോഗബാധയുണ്ടായി. 6 പശുക്കൾ ചത്തു. ജില്ലയിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപകമാകുന്നു. 150ഓളം കന്നുകാലികൾക്കാണ് ചർമ്മമുഴ കണ്ടെത്തിയത്. ഇതിൽ 6 എണ്ണം ചത്തൊടുങ്ങുകയും ചെയ്തു. അതേസമയം ചർമ്മമുഴ രോഗത്തിനെതിരെ ക്ഷീരകർഷകർ ജാഗ്രത പാലിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിക്കുന്നു. ജില്ലയിലെ 28 ഗ്രാമപഞ്ചായത്തുകളിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 150ഓളം കന്നുകാലികളിൽ രോഗബാധ ഉണ്ടായതായാണ് കണക്ക്. കാപ്രിപ്രോക്സ് വിഭാഗത്തിൽപ്പെട്ട വൈറസ് പടർത്തുന്ന സാംക്രമിക രോഗമാണ് ചർമ്മമുഴ. ഈച്ച, കൊതുക്, ചെള്ള് തുടങ്ങിയവ മൂലവും രോഗബാധയുള്ള മൃഗങ്ങളുമായി നേരിട്ട് സമ്പർക്കം കൊണ്ടുമാണ് പശുക്കളിൽ മറ്റും രോഗം പകരുന്നത്. 1 മുതൽ 5 സെന്റിമീറ്റർ വരെ വ്യാസത്തിൽ ചർമ്മത്തിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള മുഴയോ തടിപ്പോ ആണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം. പ്രതിരോധ കുത്തിവയ്പ് നൽകുക മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ജനുവരി 18 മുതൽ സംസ്ഥാനത്തൊട്ടാകെ സമ്പൂർണ്ണ വാക്സിനേഷൻ ഇത് സംബന്ധിച്ച് നടപ്പാക്കുന്നുണ്ട്. ജില്ലയിൽ 49,255 കന്നുകാലികൾക്ക് വാക്സിൻ നൽകിയതായാണ് മൃഗസംരക്ഷണ വകുപ്പ് അവകാശപ്പെടുന്നത്. CD നെറ്റ് ന്യൂസ് കായംകുളം. മാവേലിക്കര നഗരസഭയിൽ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാറിനെ ആക്രമിച്ചതായി പരാതി. കൗൺസിൽ യോഗത്തിനിടെയാണ് സംഭവം. ചെയർമാനെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാവേലിക്കര നഗരസഭയിൽ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാറിനെ ആക്രമിച്ചതായി പരാതി. നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെയാണ് സംഭവം നടന്നത്. കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തിയ BJP അംഗങ്ങൾ മണിക്കൂറുകളോളം ചെയർമാൻ KV ശ്രീകുമാറിനെ മുറിയിൽ പൂട്ടിയിട്ടു. പിന്നീട് പുറത്തേക്കെത്തിയപ്പോൾ പുറത്തുനിന്നും എത്തിയ BJP പ്രവർത്തകരും കൗൺസിലർമാരും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ചെയർമാൻ ബോധരഹിതനാവുകയും രക്തസമ്മർദ്ദം ഉയരുകയും ശ്വാസതടസ്സം നേരിടുകയും ചെയ്ത ചെയർമാനെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധം ഉയരുകയാണ്. CD നെറ്റ് ന്യൂസ് മാവേലിക്കര. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തും കൃഷ്ണപുരം CPCRI, കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വാർഡുകളിൽ തുടക്കമിട്ടതായും പ്രസിഡന്റ് അറിയിച്ചു. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് തുടക്കമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ പറഞ്ഞു. ദേവികുളങ്ങര പഞ്ചായത്തിൽ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചൊരു ആലോചനയാണ് ആദ്യം നമ്മൾ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി കൃഷിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
അങ്ങനെ കാർഷിക മേഖലയിൽ വലിയൊരു ഇടപെടൽ നടത്താനാണ് ദേവികുളങ്ങര പഞ്ചായത്ത് പ്രയത്നിച്ചത്. അതിൻ്റെ ഭാഗമായി CPCRയുമായി യോജിച്ചുകൊണ്ടൊരു പ്രവർത്തനം ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലേക്ക് ആദ്യം CPCRI എള്ള് തന്നു. ആ എള്ള് കൃഷി ചെയ്ത് നല്ല വിളവാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾക്ക് CPCRI 110 കിലോ കപ്പലണ്ടി തന്നു. ആ കപ്പലണ്ടി 10.5 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്തു. 600 കിലോ കപ്പലണ്ടി ഞങ്ങൾക്ക് വിളവെടുക്കാൻ ഇടയുണ്ടായി. ഇപ്പം നമ്മൾ ഈ വർഷം ധാന്യവർഷമാണ്, ലോക മില്ലറ്റ് വർഷമാണ് ഈ വർഷം. ആ മില്ലറ്റ് വർഷമായതുകൊണ്ട് ധാന്യ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് CPCRI തന്നെ പുതിയൊരു കൃഷി സമ്പ്രദായം രീതി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ പ്രദേശത്ത് കണ്ടിട്ടില്ലാത്ത ധാന്യമാണ് നമ്മൾ കൃഷി ചെയ്യാൻ CPCRI നമ്മളെ പ്രേരിപ്പിച്ചത്. അതിലൊന്ന് ചാമയാണ്, ചാമയരി. 2 പനിവരകാണ്. 3 മണിച്ചോളമാണ്. ഈ 3 ധാന്യവും ദേവികുളങ്ങര പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു 3.5 ഏക്കർ സ്ഥലം വെച്ചിട്ട് ഒരു 50ഓളം ഏക്കർ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. ആ കൃഷിസ്ഥലം നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ട് അവിടെയെല്ലാം കൃഷിയോഗ്യമാക്കി. നാട്ടിൽ നിന്ന് വസ്തുക്കളുടെ കരവടച്ച രസീതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ വാങ്ങിയിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ സ്ഥലവും നമ്മൾ കൃഷിയോഗ്യമാക്കി. ആ കൃഷിയോഗ്യമാക്കിയ സ്ഥലത്ത് ആ തൊഴിലുറപ്പുകാർ തന്നെ 5-10 പേർ ചേർന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പാണ് ഇപ്പോൾ 50 സെൻറ്റ് സ്ഥലത്ത് ചാമ ചെയ്യുന്നു, 50 സെൻറ്റ് സ്ഥലത്ത് ചോളം ചെയ്യുന്നു, 50 സെൻറ്റ് സ്ഥലത്ത് പനിവരവ് ചെയ്യുന്നു. ഇതിനെല്ലാം വളവും വിത്തും നൽകിയത് CPCRI. അപ്പോൾ CPCRIയുടെ സഹായത്തോടെ വിത്തും വളവും കിട്ടി. തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചിട്ട് കൃഷിയോഗ്യമാക്കി. തൊഴിലുറപ്പിലെ തൊഴിലാളികൾ അത് കൃഷി ചെയ്യുന്നു. അതിൻ്റെ മേൽനോട്ടം നമ്മളുടെ കൃഷിഭവൻ ചെയ്യുകയാണ്. ഇതിനാകെ മേൽനോട്ടം പഞ്ചായത്ത് വഹിക്കുകയാണ്. ഇതെല്ലാം സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ വളമെല്ലാം CPCRI തന്നതുകൊണ്ട് ഇനി അധ്വാനം മാത്രമാണ് ഇവരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് 1 കിലോ ചാമ ചെയ്ത് കഴിഞ്ഞാൽ 100 കിലോ ചാമയുടെ വിളവെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. 1 കിലോ ചാമയ്ക്ക് ഇന്ന് 200 രൂപ വിലയുണ്ട്. അപ്പം 100 കിലോ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 20,000 രൂപയുടെ വിളവെടുപ്പാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തന്നെ തൊഴിലുറപ്പുകാർക്ക് 311 രൂപ കൂലി കിട്ടുന്നതിന് പുറമെ അധിക വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ്. അതിലൂടെ നാട് മുഴുവൻ വിളവുണ്ടാവുകയും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനിടയാവുകയും അതിലൂടെ വരുമാനം ഉണ്ടാവുകയും നാട് സമ്പൽ സമൃദ്ധമാവുകയും ഓരോ കുടുംബവും സമ്പൽ സമൃദ്ധിയിലേക്ക് വരിക എന്നുള്ള വലിയൊരു പ്രവർത്തനത്തിനാണ് ദേവികുളങ്ങര പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നത്. ഗ്രാമപഞ്ചായത്തും കൃഷ്ണപുരം CPCRI കൃഷിഭവൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വാർഡുകളിൽ തുടക്കമിട്ടതായി പ്രസിഡന്റ് അറിയിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി സംഘടിപ്പിക്കുന്നത്. ലോക ധാന്യവർഷത്തിൽ വ്യത്യസ്ത കാർഷിക വിളകളായ ചാമ, മണിച്ചോളം, പനിവരുക എന്നിവ 50 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. 10 പേരടങ്ങുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. വിത്തും വളവും CPCRI നൽകുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. CDNet ന്യൂസ്, ദേവികുളങ്ങര. സാമൂഹിക വികസനം, സാംസ്കാരിക നിക്ഷേപം എന്ന പ്രമേയത്തിൽ SYS കായംകുളം സോൺ യൂത്ത് പാർലമെന്റ് മാർച്ച് 5 രാവിലെ 9 മുതൽ രാത്രി 9 വരെ കായംകുളം പാർക്ക് മൈതാനത്ത് നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. സാമൂഹിക വികസനം, സാംസ്കാരിക നിക്ഷേപം എന്ന പ്രമേയത്തിൽ SYS കായംകുളം സോൺ യൂത്ത് പാർലമെന്റ് മാർച്ച് 5 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ കായംകുളം പാർക്ക് മൈതാനത്ത് നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക വികസനം, സാംസ്കാരിക നിക്ഷേപം എന്ന പ്രമേയത്തെ ആധാരമാക്കി സമസ്ത കേരള സുന്നി യുവജന സംഘം SYS സംസ്ഥാനത്തെ 126 സോൺ കേന്ദ്രങ്ങളിൽ യൂത്ത് പാർലമെൻറ്റ് സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കായംകുളം സോൺ യൂത്ത് പാർലമെൻറ്റ് വരുന്ന മാർച്ച് 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ 12 മണിക്കൂർ നീളുന്ന സെഷനുകളിലായി കായംകുളം പാർക്ക് മൈതാനത്ത് നടക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ നിഖില മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഗഹനമായ പഠനങ്ങളും ചർച്ചകളും അഭിമുഖങ്ങളും കൊണ്ട് സമ്പന്നമാണ് യൂത്ത് പാർലമെൻറ്റ്. വികസനം എന്നത് കേവലം സങ്കുചിതമായ കാഴ്ചപ്പാടിലുള്ള വികസനമായിട്ടല്ല സംഘടന മുന്നോട്ട് വെക്കുന്നത്.
നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇതായാൽ സാമൂഹിക വികസനം സാധ്യമായി എന്ന് കരുതുന്നവരാണ് നമ്മൾ. പക്ഷേ യഥാർത്ഥത്തിൽ സാമൂഹിക വികസനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥതലത്തിൽ കൈവരിക്കണമെങ്കിൽ ഇതിനെല്ലാം ഉപരിയായി സാമൂഹിക ജീവിയായ മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിയും വികാസവും സാധ്യമായെങ്കിൽ മാത്രമേ സാമൂഹിക വികസനം യഥാർത്ഥത്തിൽ നടപ്പിൽ വരികയുള്ളൂ. മാർച്ച് 5 നടക്കുന്ന രാവിലെ 9 മണി മുതൽ നടക്കുന്ന യൂത്ത് പാർലമെൻറ്റ് പ്രോഗ്രാം ബഹുമാന്യനായ AM ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറാംഗം A താഹ മുസ്ലിയാർ വിവിധ സെക്ഷനുകളിലെ കേന്ദ്രീകരിച്ച് ക്ലാസ്സുകൾ നയിക്കുന്നതായിരിക്കും. പല പണ്ഡിതന്മാരും നമ്മുടെ സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കളും സംബന്ധിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന ഒരു വ്യതിരിക്തമായ പ്രോഗ്രാം കൂടിയാണിത്. ഇതിൽ വിവിധ സെക്ഷനുകളിലായി നടക്കുന്ന പരിപാടികൾക്ക് പ്രതിനിധികൾക്ക് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയും, എന്നാൽ സൗഹൃദ പ്രതിനിധികളായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യഥേഷ്ടം ഈ 12 മണിക്കൂറിലെ വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ അവർക്കിഷ്ടമുള്ള സമയങ്ങളിൽ വന്നു ചേരാനും പങ്കുകൊള്ളാനുമുള്ള ഒരു അവസരം കൂടി ഈ യൂത്ത് പാർലമെൻറ്റിൽ SYS ഒരുക്കുകയാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന 12 മണിക്കൂർ പ്രോഗ്രാമിൽ സോഷ്യൽ ആക്ടിവിസം, മൗലിക വിചാരങ്ങൾ, തൊഴിൽ, കൃഷി, സംരംഭകത്വം, പരിസ്ഥിതി, ആരോഗ്യം, വിദ്യാഭ്യാസം, ലിബറൽ മൊഡേണിറ്റി, നിലപാട്, നേർവഴിയുടെ ചുവടുകൾ എന്നിങ്ങനെ 9ഓളം സ്പെല്ലുകളിലായി ധാരാളം ഗസ്റ്റുകൾ പങ്കെടുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് യൂത്ത് പാർലമെൻറ്റിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കായംകുളം മേഖലാ പ്രസിഡന്റ് AM ബഷീർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക വികസനത്തിൻ്റെ സമഗ്രവശങ്ങൾ ചർച്ച ചെയ്യുന്ന സെഷനുകളാണ് യൂത്ത് പാർലമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാമൂഹിക വികസനം, സാംസ്കാരിക നിക്ഷേപം, സാമൂഹിക ആക്ടിവിസം, പ്രയോഗവും സാധ്യതയും, കൃഷി, തൊഴിൽ, ഇസ്ലാമിക പാഠങ്ങൾ, സോഷ്യൽ ആക്ടിവിസം, മൗലിക വിചാരങ്ങൾ, സംരംഭകത്വം, പ്രാദേശിക ചരിത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി, പ്രാദേശിക വികസന കാഴ്ചപ്പാടുകൾ, ലിബറൽ മോഡേണിറ്റി, സ്ത്രീ, കുടുംബം, നിലപാട്, നേർവഴിയുടെ ചുവടുകൾ എന്നീ സെഷനുകളാണ് ഉള്ളത്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം A ത്വാഹ മുസ്ലിയാർ, അസ്ഗർ പത്തനംതിട്ട, നിസാമുദ്ദീൻ ഫാളിലി, അബ്ദുൽ ജബ്ബാർ സക്കാഫി, അബ്ദുൽ റഹീം കരുവള്ളിൽ, KI നൌഷാദ്, സുഹൈൽ വൈലിതറ, ഷംനാദ് വള്ളക്കടവ്, പുതുപ്പള്ളി സായിദ്, സിറാജുദ്ദീൻ ബുഖാരി, ഡോക്ടർ ഫൈസൽ കാർത്തികപ്പള്ളി, ഷാഫി മഹ്ലിരി, S കേശുനാഥ്, AJ ഷാജഹാൻ, MS ജുനൈദ്, ഇബ്രാഹിം ബക്കാഫി മേൽമുറി, ഹുസൈൻ മുസ്ലിയാർ, അനീസ് മുഹമ്മദ്, ഫൈസൽ യൂസഫ് എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഇമാമുദ്ദീൻ സക്കാഫി, അനസ് സാമിൽ ഇർഫാനി, അനസ് ഇല്ലിക്കുളം, അനസ് അജ്വ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം. കായംകുളം KP റോഡ് ഓവർബ്രിഡ്ജിന് കിഴക്ക് വശം ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 22ാമത് അൻപൊലി മഹോത്സവം വ്യാഴാഴ്ച നടക്കും. അൻപൊലി മഹോത്സവത്തിന്റെ ഭാഗമായി കഞ്ഞിസദ്യ, ദീപക്കാഴ്ച, അൻപൊലി പ്രസാദം, കുത്തിയോട്ട പാട്ടും ചൂടും, അൻപൊലി വരവേൽപ്പ് എന്നിവ ഉണ്ടായിരിക്കും. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ നേരിട്ട് കാണാതെ ഏജന്റുമാർ വഴി ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും അനർഹർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് ചികിത്സാ സഹായം തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലറും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ K പുഷ്പദാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായത്തിനായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ നേരിട്ട് കാണാതെ ഏജന്റുമാർ വഴി ഡോക്ടർമാരുടെ പക്കൽ നിന്നും അനർഹർക്ക് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചു നൽകി തട്ടിപ്പ് നടത്തിയതായി പരാതി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ 100 കണക്കിന് അനധികൃതർക്കുള്ള ചികിത്സാ സഹായമാണ് അവിടുന്ന് പോയിരിക്കുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് 2.5 വർഷക്കാലം കൊണ്ട് രോഗികളല്ലാത്തവർക്കും രോഗമില്ലാത്തവർക്കും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഏജന്റുമാർ വഴി ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ട്, എല്ലാ ഡോക്ടറെന്ന് ഞാൻ പറയുന്നില്ല, 1-2 ഡോക്ടർമാർ
ആ ഏജൻറ്റുമാർ സമീപിക്കുകയും അവർ മുഖാന്തരം രോഗികളല്ലാത്തവർക്കും ലക്ഷങ്ങൾ വീടുള്ളവർക്കും വില കൂടിയ കാറുള്ളവർക്കും ഇവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ചികിത്സ സഹായം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനധികൃതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ചികിത്സ സഹായം തേടിയിട്ടുള്ള കായംകുളം താലൂക്ക് ആശുപത്രി കായംകുളം നിയോജകമണ്ഡലത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ചികിത്സ സഹായം അനർഹരുടെ കയ്യിലേ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ജനങ്ങൾ അറിയണം. ആരുടെയൊക്കെ കയ്യിലാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്നുള്ളതും ആർക്ക് വേണ്ടിയാണ് ഈ ഡോക്ടർമാർ അനധികൃതമായിട്ട് ഏജൻറ്റിന് വഴി ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് വെളിയിൽ കൊണ്ടുവരണം. ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരിക്കുകയാണ്. കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് നടപടികളും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കായംകുളം നിയോജകമണ്ഡലത്തിലെ പാവപ്പെട്ടവരുടെ കയ്യിൽ കിട്ടേണ്ട ഈ ചികിത്സ സഹായം എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഈ വഴി പുറംവാതിലിൽ കൂടി ഈ അനർഹരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അന്വേഷണത്തിൽ കൂടി മാത്രമേ തെളിവുള്ളൂ. നമുക്കറിയാം കായംകുളം താലൂക്ക് ആശുപത്രി അവിടെ ഏജൻറ്റുമാരുടെ പിടിയിലായിക്കൊണ്ട് കാലങ്ങൾ കുറേയായി. ഏതാണ്ട് ഒരു 6-7 വർഷം കൊണ്ട് കായംകുളം താലൂക്ക് ആശുപത്രി ഏജൻറ്റുമാരുടെ പിടിയിലാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവിടെ ഒരു ലാബുമായി ബന്ധപ്പെട്ട് ലാബിൻ്റെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥനാണ് കായംകുളം താലൂക്ക് ആശുപത്രി നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ എത്രമാത്രം അഴിമതികൾ കായംകുളം താലൂക്ക് ആശുപത്രി നടന്നുകൊണ്ടിരിക്കുന്നു. 2 വർഷമായി കായംകുളം നിയോജക മണ്ഡലത്തിൽ രോഗികളായ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായമാണ് ഇത്തരത്തിൽ ഏജന്റുമാർ മുഖേന പുറംവാതിലിൽ കൂടി നൽകിയിരിക്കുന്നത്. രോഗികൾ നേരിട്ട് വരാതെ ഏജന്റുമാർ വഴി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊണ്ടുപോയി സഹായം ലഭിച്ചവരും അസുഖം ഒന്നും തന്നെ ഇല്ലാതെ സർട്ടിഫിക്കറ്റ് വാങ്ങി ചികിത്സാ സഹായം കൈപ്പറ്റിയവരുമുണ്ടെന്നാണ് വിവരം. കായംകുളം താലൂക്ക് ആശുപത്രി ഏജന്റുമാരുടെ കൈപ്പിടിയിലാണെന്ന് കായംകുളം നഗരസഭാ കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ കെ പുഷ്പദാസ് പറയുന്നു. ആശുപത്രിയിൽ നിയമനങ്ങൾ നടത്തുന്നത് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയാണ്. എങ്ങനെയും ജനങ്ങളെ കൊള്ളയടിക്കാനാണ് ഭരണ നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പുഷ്പദാസ് ആരോപിക്കുന്നു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. മാർച്ച് 9 ആരംഭിക്കുന്ന SSLC പരീക്ഷ ജില്ലയിൽ നിന്നും എഴുതുന്നത് 21,648 വിദ്യാർത്ഥികൾ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ്. 7009 വിദ്യാർത്ഥികൾ. മാർച്ച് 9 മുതൽ 29 വരെ നടക്കുന്ന ഇക്കൊല്ലത്തെ SSLC പരീക്ഷയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ്. 7009 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 6374 ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 6233 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 2032 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. 10,468 പെൺകുട്ടികളും 11,180 ആൺകുട്ടികളും ഉൾപ്പെടെ ജില്ലയിൽ ആകെ 21,648 പേരാണ് ഇക്കൊല്ലം പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഭിന്നശേഷിക്കാരായ 330 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. പട്ടിക വിഭാഗത്തിൽ നിന്നും 25 പെൺകുട്ടികളും 34 ആൺകുട്ടികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ VJHSS നദുവത്ത് നഗർ സ്കൂളിലാണ്. 2022 ജില്ലയിൽ 22,345 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ സോർട്ടിംഗ്, സൂക്ഷിപ്പ്, വിതരണം, പരീക്ഷാ ദിവസങ്ങളിൽ വേണ്ടിവരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, ഉത്തരക്കടലാസുകൾ ക്യാമ്പിൽ എത്തിക്കുന്നത് തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി കളക്ടർ R. സുധീഷിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പരീക്ഷാ ആവശ്യങ്ങൾക്കായി അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് KSRTCയും ജലഗതാഗത വകുപ്പും അത്യാവശ്യ സർവീസുകൾ നടത്തും. CD നെറ്റ് ന്യൂസ്, കായംകുളം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം മാർച്ച് 2 മുതൽ 9 വരെ നടക്കും. 1-ാം ദിനത്തിൽ വൈകിട്ട് 6:30-നും 7-നും മധ്യേ തൃക്കൊടിയേറ്റ് നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചരിത്രപ്രസിദ്ധമായ കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ്
മഹോത്സവം മാർച്ച് 2 മുതൽ 9 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം ദിനത്തിൽ രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, ഗണപതി ഹവനം, ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, 12-ന് തൃക്കൊടിയേറ്റ് സദ്യ എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് 6:30-നും 7-നും മധ്യേ തൃക്കൊടിയേറ്റ് നടക്കും. നാരായണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കട്ടച്ചിറ ചെറുവൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം മാർച്ച് 2-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് കൊടി ഉയർത്തലോടുകൂടി ആരംഭിക്കുകയാണ്. മാർച്ച് 9 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളിൽ ഗംഭീര പരിപാടികളോടുകൂടി തുടക്കം കുറിക്കുന്ന ഈ പരിപാടികളിൽ എല്ലാ ഭക്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അൻപലിപ്പറ കൊടിക്കീഴിൽ നടക്കപ്പെടുന്നതാണ്. എല്ലാ ഭക്തരും കൃത്യസമയത്ത് തന്നെ അതിലെത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് മഹോത്സവം മാർച്ച് 2-ന് തുടങ്ങി 9-ന് അവസാനിക്കുന്നതാണ്. ഉത്സവത്തിൻ്റെ 1-ാം ദിവസം വൈകിട്ട് 6:30-ന് ക്ഷേത്രതന്ത്രി പുറപ്പേരില്ലത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും. ഉത്സവത്തിൻ്റെ 3-ാം ദിവസം ശനിയാഴ്ച വൈകിട്ട് 5-ന് പൊതുസമ്മേളനം മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപനെ ആദരിക്കുന്നതായിരിക്കും. ഉത്സവത്തിൻ്റെ വിവിധ ദിവസങ്ങളിലായി അൻപലി, ഡാൻസ്, കളരിപ്പയറ്റ്, മാമാങ്കം, ഗാനമേള എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഉത്സവത്തിൻ്റെ സമാപന ദിവസം വൈകിട്ട് 6-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതാണ്. തന്ത്രിമുഖ്യൻ പുറപ്പേരിലത്ത് നാരായണൻ വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ശ്രീനിവാസൻ, രാഹുൽ തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. 7-ന് ദീപാരാധന, സേവ, സോപാന സംഗീതം, 7:30-ന് ഭക്തിഗാനമേള, 8-ന് അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്ര കലാപരിപാടികളും നടക്കും. 3-ാം ദിനത്തിൽ വൈകിട്ട് 5-ന് പൊതുസമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സജയ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപനെ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ ആദരിക്കും. 6-ന് തിരുവാതിരകളി മത്സരം നടക്കും. 4-ാം ദിനത്തിൽ 5-ന് ഡാൻസ്, 7-ന് കളരിപ്പയറ്റ്, മാമാങ്കം എന്നിവ നടക്കും. വിളക്കൻപൊലി, എതിരേൽപ്പ്, തിരു എഴുന്നള്ളത്ത്, നേർച്ചക്കമ്പവും, ആകാശവിസ്മയ കാഴ്ച, ഗാനമേള, പള്ളിവേട്ട എഴുന്നള്ളത്ത്, 8-ാം ദിനത്തിൽ വൈകിട്ട് മഹാവിഷ്ണു ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളത്ത് എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. ചടങ്ങുകളിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സജയ് കുമാർ, സെക്രട്ടറി രോഷിത്താർ, ആർ വിഷ്ണു, ഷാജി അപൂർവ, സി അജിത്ത് എന്നിവർ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കറ്റാനം. കൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളിൽ തെളിമ എന്ന പേരിൽ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബാലോത്സവം നടത്തി. കൃഷ്ണപുരം ഗവൺമെന്റ് UP സ്കൂളിൽ വാർഷികോത്സവം തെളിമ എന്ന പേരിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന ബാലോത്സവം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഉറക്കത്തിന്റെ ഒരു മൂഡിലാണോ? ഇന്നലെ നിങ്ങളാരും 1 മണി വരെ ഇരുന്നില്ലായിരുന്നോ? 1 മണി വരെ ഇരുന്നവരിന്ന് കൈവക്കിയേ, പ്രോഗ്രാം തീരുന്നിടം വരെ. 12 മണി വരെ ഇരുന്നവരാരൊക്കെയാ? അപ്പൊ എല്ലാവരും ഇനി ഇന്നും നമുക്കുണ്ടല്ലോ പരിപാടി. ഇന്നും 12 മണി ആകുമോ തീരാൻ? ഇല്ല, ഇന്ന് നേരത്തെ തീർക്കണമെന്ന്. കാരണം അല്ലേ, കാരണം നമ്മുടെ ടീച്ചർമാരും രക്ഷകർത്താക്കളും എല്ലാവരും 1 മണി വരെയൊക്കെ ഉറക്കം നിന്നിട്ട് രാവിലെ വീണ്ടും എഴുന്നേറ്റ് വന്നേക്കുക അല്ലേ. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടൂടെ വേണം കേട്ടോ, പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവരും സന്തോഷത്തിലാണോ? നമ്മുടെ വാർഷികോത്സവം മൊത്തം എത്ര ദിവസമായിട്ട് ആഘോഷിക്കുന്നേ? 3. ഇന്നെന്തുവാ? ബാലോത്സവം. നാളെയോ? പഠനോത്സവം അല്ലേ. അപ്പം നിങ്ങളുടെയൊക്കെ കഴിവുകൾ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ സ്കൂളിൽ അരങ്ങേറുകയാണല്ലേ. SMC ചെയർമാൻ ആർ ഹേമന്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ആർ അനിത സ്വാഗതം പറഞ്ഞു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ മുഖ്യപ്രഭാഷണം നടത്തി. കവയത്രി മായ വാസുദേവ്, GUPSAA പ്രസിഡന്റ് കെ ശ്രീകുമാർ, SMC അംഗം ഗിരീഷ്, രഞ്ജൻ ജേക്കബ്, ലില്ലിക്കുട്ടി, രമേശൻ, ഡോക്ടർ ജോസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നന്മയുടെ ബാല്യകാലമാണിത്. അങ്ങനെയാ
ബാല്യത്തിൻ്റെ ചന്ദന സുഗന്ധമുള്ള ഒരു വേദിയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ച അതിൻ്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് കാലം നമ്മളൊരു വല്ലാത്ത ദുരിതത്തിലൂടെയാണ് സഞ്ചരിച്ചത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉത്സവങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു കുംഭം, മീനം, മേടം, അല്ലെങ്കിൽ മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷക്കാലം, പിന്നെ വരുന്ന മധ്യവേനൽ അവധിയെ കാത്തിരിക്കുന്നൊരു കാലം, നമ്മൾ പഠിച്ച കഴിവുകൾ, നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി, ആ വേദികളൊക്കെ അന്യം നിന്ന് പോയിട്ട് കുറച്ച് കാലമായി. സ്റ്റാഫ് സെക്രട്ടറി സാറാമ്മ കോശി കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കൃഷ്ണപുരം. കായംകുളം കുറ്റിത്തെരുവ് HHYSM UP സ്കൂളിൽ 113ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. AM ആരിഫ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കുറ്റിത്തെരുവ് HHYSM UP സ്കൂളിൽ 113ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ നടന്നു. പരിപാടികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AM ആരിഫ് എം പി നിർവഹിച്ചു. ഒരു ചിന്തകൻ ഈ വിരമിക്കൽ സമയത്തെ പ്രസംഗത്തെക്കുറിച്ച് താരതമ്യം ചെയ്ത് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്ന നല്ലൊരു അനുശോചന പ്രമേയമാണ്. മരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. ഇത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇന്ന ഗുണങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ടീച്ചറായിരുന്നു എന്ന് പറയുന്നത്. എന്തായാലും ടീച്ചറിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയുമ്പോഴും ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ജോലി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അധ്യാപക വൃത്തി തന്നെയാണ്. അതിനേക്കാൾ മഹത്തരമായ ഒരു ജോലി വേറെയില്ല. കാരണം ആ അധ്യാപകരിൽ നിന്നാണ് ലോകം വലിയ അംഗീകരിക്കപ്പെടുന്ന വലിയ വലിയ മഹാരഥന്മാരുണ്ടായിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിച്ചത് അധ്യാപകരാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരികളെ സൃഷ്ടിച്ചത് അധ്യാപകരാണ്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത് അധ്യാപകരാണ്. ആ വലിയ വലിയ മനുഷ്യരെല്ലാം അവർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് തങ്ങളെ പഠിപ്പിച്ച, തങ്ങൾക്ക് വെളിച്ചം പകർന്നു നൽകിയ അധ്യാപകരോടാണ്. എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങൾക്ക് അറിവ് പകർന്ന ആ അധ്യാപക അല്ലെങ്കിൽ അധ്യാപികയെ അവർ മറക്കില്ല. സ്കൂൾ PTA പ്രസിഡന്റ് I റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് S രഹന സ്വാഗതം പറഞ്ഞു. സ്കൂൾ PTA സെക്രട്ടറി NM അൻവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു നിർവഹിച്ചു. പ്രതിഭകളെ അനുമോദിക്കൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനി കുരുമ്പോലിൽ നിർവഹിച്ചു. റസീന ബദർ, ബീന പ്രസാദ്, മഠത്തിൽ ബിജു, B സുനീർ, H അബ്ദുൾ സത്താർ, ജാസ്മിൻ നാസിർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന MS ഉഷ, AP ജയതി, ഷാലി വർഗീസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അധ്യാപക പ്രതിനിധി മുജിബ് A കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം. ഓച്ചിറയിൽ MCPIU പ്രവർത്തകരായ 100ഓളം പേർ CPIയിൽ ചേർന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരണ സമ്മേളനം നടത്തി. ഓച്ചിറയിൽ MCPIU പ്രവർത്തകരായ 100ഓളം പേർ CPIയിലേക്ക് എത്തി. ഓച്ചിറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VS രാജേന്ദ്രൻ, കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന പൊന്നൻ, ഗോപാലകൃഷ്ണൻ, മോഹൻദാസ്, ചെല്ലമ്മ ഉൾപ്പെടെയുള്ളവർ CPIയിൽ ചേർന്നു. ഓച്ചിറ ഞക്കനാളിൽ നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം രാമചന്ദ്രൻ മുൻ MLA അധ്യക്ഷത വഹിച്ചു. CPI ഓച്ചിറ മണ്ഡലം സെക്രട്ടറി S കൃഷ്ണകുമാർ സ്വാഗതം രേഖപ്പെടുത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. R രാമചന്ദ്രൻ VS രാജേന്ദ്രന് പാർട്ടി പതാക കൈമാറി സ്വീകരിച്ചു. R സോമൻപിള്ള ഹാരാർപ്പണം നടത്തി. മുതിർന്ന നേതാക്കളെ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താര ആദരിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം I ഷിഹാബ്, ജില്ലാ കമ്മിറ്റി അംഗം I ഷിഹാബ്, KP വിശ്വവത്സലൻ, RD പത്മകുമാർ, A നാസർ, R ശരവണൻ, അബ്ദുൽ ഖാദർ, നൌഷാദ്, ഗീതാകുമാരി, PK വിക്രമൻ എന്നിവർ സംസാരിച്ചു.
CPI ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS സിബി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം പാർട്ടി പിളർപ്പാണെന്നും അതിനാൽ രാജ്യത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും യോജിക്കണമെന്ന് മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. മോദി ഭരണം മുതലാളികൾക്ക് വേണ്ടിയാണെന്നും രാജ്യത്തെ സമ്പന്നർക്ക് വിൽക്കുന്ന നയം അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ് ഓച്ചിറ. കൃഷ്ണപുരം തെക്ക് കൊച്ചുമുറി കവറാട്ട് തെക്കതിൽ ദേവയാനി അമ്മാൾ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാർ നടപടി. പ്രതിഷേധം വ്യാപകം. വിലവർധന അന്യായമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ്. ഹോട്ടൽ വ്യാപാരികൾ ഗ്യാസ് സിലിണ്ടർ കെട്ടിവലിച്ചു. BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാറിനെ ആക്രമിച്ചതായി പരാതി. ചെയർമാനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഏജന്റുമാർ വഴി ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും അനർഹർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തതായി പരാതി. SSLC പരീക്ഷ. ജില്ലയിൽ നിന്നും എഴുതുന്നത് 21,648 വിദ്യാർത്ഥികൾ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.